മിഡിൽ ഈസ്റ്റിനെ വീണ്ടുമൊരു യുദ്ധക്കളമാക്കാൻ കോപ്പുകൂട്ടുന്ന അമേരിക്കയുടെ ഇറാൻ അജണ്ടകൾ വെറും ദിവാസ്വപ്നമായി മാറുമോ? ഇറാനിൽ ഭരണകൂട അട്ടിമറി ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ എത്രത്തോളം വിഡ്ഢിത്തമാണെന്ന് ഇപ്പോൾ സ്വന്തം പാളയത്തിൽ നിന്നുതന്നെ മുന്നറിയിപ്പുകൾ ഉയരുകയാണ്. അമേരിക്കയുടെ മുൻ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ റിട്ടയർഡ് അഡ്മിറൽ മൈക്ക് മുള്ളൻ തന്നെ ഈ നീക്കങ്ങളിലെ അപകടം തുറന്നു സമ്മതിച്ചിരിക്കുന്നു. ഇറാനിലെ നിലവിലെ ഭരണസംവിധാനത്തെ തകർക്കുക എന്നത് അമേരിക്ക കരുതുന്നതുപോലെ എളുപ്പമല്ലെന്നും മുൻകാലങ്ങളിൽ അധിനിവേശങ്ങളിലൂടെ അമേരിക്ക വരുത്തിവെച്ച ദുരന്തങ്ങൾ ഇവർ മറക്കരുതെന്നുമാണ് അദ്ദേഹത്തിന്റെ കർശനമായ മുന്നറിയിപ്പ്. ലോക പോലീസുകാരൻ ചമഞ്ഞ് ഇറാനിലേക്ക് കടന്നുകയറാൻ ശ്രമിക്കുന്നത് അത്യന്തം സങ്കീർണവും തിരിച്ചടിയുണ്ടാക്കുന്നതുമായ ഒന്നായിരിക്കുമെന്ന് മുള്ളൻ ഓർമ്മിപ്പിക്കുന്നു. ABC ന്യൂസിന്റെ പ്രശസ്തമായ ദിസ് വീക്ക് എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് അഡ്മിറൽ മൈക്ക് മുള്ളൻ അമേരിക്കയുടെ വിദേശനയങ്ങളിലെ പാളിച്ചകളെയും ഇറാൻ അജണ്ടയിലെ അപകടങ്ങളെയും കുറിച്ച് അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത്. വെറുമൊരു നിരീക്ഷണമെന്നതിലുപരി പതിറ്റാണ്ടുകളായി അമേരിക്കൻ സൈനിക നീക്കങ്ങളെ നയിച്ച ഒരാളുടെ കുറ്റസമ്മതം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ജനാധിപത്യം സ്ഥാപിക്കാനെന്ന പേരിൽ അമേരിക്ക നടത്തിയ സൈനിക ഇടപെടലുകൾ എങ്ങനെയൊക്കെയാണ് വൻ പരാജയങ്ങളായി മാറിയതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഈ രാജ്യങ്ങളിൽ ഭരണാധികാരികളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ അമേരിക്കൻ സൈന്യത്തിന് കഴിഞ്ഞെങ്കിലും അതിനുശേഷം അവിടെ നിലവിൽ വന്ന രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യങ്ങൾ നിയന്ത്രിക്കാനോ സ്ഥിരതയുള്ള ഒരു ഭരണകൂടം കെട്ടിപ്പടുക്കാനോ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. പകരം ആ രാജ്യങ്ങൾ കൂടുതൽ അരാജകത്വത്തിലേക്കും ആഭ്യന്തര യുദ്ധങ്ങളിലേക്കും വഴുതി വീഴുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഫ്ഗാനിലും ഇറാഖിലും നേരിട്ട ഈ കൈപ്പേറിയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സമാനമായ ഒരു നീക്കം ഇറാനിൽ പരീക്ഷിക്കുന്നത് അത്യന്തം വിനാശകരമായിരിക്കുമെന്ന് മുള്ളൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാന്റെ കരുത്തുറ്റ സൈനിക വ്യൂഹത്തെയും സങ്കീർണമായ ആഭ്യന്തര രാഷ്ട്രീയത്തെയും അവഗണിച്ച് അവിടെ ഒരു ഭരണമാറ്റം ലക്ഷ്യമിടുന്നത് അമേരിക്കയെ മറ്റൊരു തീരാക്കണിയിൽ ചെന്ന് ചാടിക്കുമെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രവചനാതീതമായിരിക്കുമെന്നും അദ്ദേഹം സംശയലേശമന്യേ വ്യക്തമാക്കി. ഇതിനിടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വ്യാപിക്കുന്നതായും ആശങ്ക ഉയരുന്നു. യുദ്ധം ഇതിനകം തന്നെ 9ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാന്റെ പ്രതികാര നടപടികൾ മിഡിൽ ഈസ്റ്റ് മേഖലയിലുടനീളം വ്യാപിക്കുകയാണ്. യുദ്ധങ്ങൾ ഒരിക്കൽ ആരംഭിച്ചാൽ അവ എങ്ങനെ വികസിക്കുമെന്ന് പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മുള്ളൻ മുന്നറിയിപ്പ് നൽകി. തുടക്കത്തിൽ ചെറിയ സംഘർഷമെന്ന് തോന്നിയ കാര്യങ്ങൾ പിന്നീട് വലിയ പ്രാദേശിക യുദ്ധങ്ങളായി മാറിയ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിരവധിയുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ സംഘർഷത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഇതിനകം തന്നെ ലോകം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ലോകത്തിലെ എണ്ണ വിതരണത്തിനുള്ള പ്രധാന കടൽപാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ആഗോള എണ്ണ വിഭവിയിൽ വലിയ ചലനമുണ്ടായി. എണ്ണയും ഇന്ധനവും വില ഉയരാൻ തുടങ്ങി. ഇതോടെ മിഡിൽ ഈസ്റ്റിലെ സമ്പദ്വ്യവസ്ഥ മാത്രമല്ല, ലോകത്തിന്റെ പല രാജ്യങ്ങളുടെയും സാമ്പത്തിക മേഖലകൾക്കും തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ആശങ്ക ശക്തമായി. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ടൂറിസം, വ്യാപാരം, സാധാരണ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങളെല്ലാം ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിലാണ്. യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ സൈനിക സേവലിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന്, സാമ്പത്തികവും സാമൂഹികവുമായ മേഖലകളിലും അതിന്റെ ആഘാതം വ്യാപിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാമെന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമെന്ന് മുള്ളൻ അഭിപ്രായപ്പെട്ടു. അതേസമയം അമേരിക്കയിൽ ആഭ്യന്തര രാഷ്ട്രീയ തലത്തിലും ഈ യുദ്ധത്തെ ചുറ്റിപ്പറ്റി ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പല നേതാക്കളും ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികളെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വിമർശനങ്ങളെക്കാൾ യുദ്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും അതിൽ നിന്ന് എങ്ങനെ പുറത്തുവരാമെന്നതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് മുള്ളൻ പറഞ്ഞു. അമേരിക്ക ഈ സംഘർഷത്തിൽ എങ്ങനെ പ്രവേശിച്ചു, എന്തുകൊണ്ടാണ് ഈ നീക്കം നടന്നത് എന്ന ചർച്ചകൾ തുടരുമെങ്കിലും ഇപ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് യുദ്ധത്തിന്റെ വ്യാപനം എങ്ങനെ നിയന്ത്രിക്കാമെന്ന കാര്യമാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ.